പ്രൈസ് ഗോഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്തായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നാളുകൾ കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചിട്ട് മറുപടി അന്ന് കിട്ടിയില്ല. എന്നാൽ ഇന്നത്തെ ഈ പകലിൽ ആ മറുപടിക്കകത്തേക്ക് നീ കാലുവെക്കുക, ആ കൊയ്ത്തിന്റെ അകത്തേക്ക് നീ കാലുവെക്കുകയാ. അടക മനഗതുര സ്ഥല സംബന്ധമായി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ചിലര് കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ചില സ്ഥലത്തിന്റെ മീതെ ഒരു ദൈവപ്രവൃത്തി തുറക്കുക. കരമടിച്ചു, ആത്മാവിൽ സ്വീകരിച്ചു. അതര ഘടക ശമാനിയ ബിസിനസ് സംബന്ധമായി ചിലർക്കൊരു ഉയർച്ച ദൈവം തരാൻ പോകയാ. ചിലരുമായി കണക്ട് ആകാൻ പോകയാ. പുതിയതൊന്നിലേക്ക് നീ കാലുവെക്കാൻ പോകയാ. പ്രശ്നങ്ങളെ മറന്ന് ജീവിക്കുന്ന ഒരു അന്തരീക്ഷം നിന്റെ ലൈഫിൽ ഉയർന്ന ദൈവ സാന്നിധ്യത്തിന്റെ ഒരു പകർച്ച വരാൻ പോകയാ. പ്രാപിക്ക് മടങ്ങി കയറ്. യവക്കൊയ്ത്തിലേക്ക് കയറാൻ പോവാ. ആ ദൈവ പ്രവർത്തിയിലേക്ക് കയറാൻ പോകുകയാ. ആ ശുശ്രൂഷയിലേക്ക് നീ കയറാൻ പോകുകയാ. നിന്റെ കുടുംബ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കും. നമുക്കറിയാം, വേദപുസ്തകത്തിൽ കയീൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി. നിമ്രോദ്, ഏശാവ്, ബിലയാം, ശൗൽ, ഇസ്രായേലിലെ അനേക രാജാക്കന്മാർ, പുതിയ നിയമത്തിലെ അനേക വിശ്വാസികൾ, ഇവരെല്ലാം ജീവിതത്തിൽ എടുത്ത തെറ്റായ തീരുമാനങ്ങളുടെ തിരിച്ചടി അനുഭവിക്കുന്നത് വേദപുസ്തകത്തിൽ ഉടനീളം കാണാം. പ്രിയപ്പെട്ടവരെ, ദൈവിക ആരാധനയിൽ നിൽക്കുന്നവരോട് ഞാൻ പറയാം, എടുക്കേണ്ട തീരുമാനം ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി എടുക്കണം. സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ കോംപ്രമൈസ് പാടില്ല. തീരുമാനം ദൈവത്താൽ എടുക്ക്. അതിന്റെ പിന്നിൽ നിന്നെ സഹായിക്കാൻ കർത്താവ് ഇറങ്ങി വരും. ദാനിയേലിന്റെ ജീവിതം കണ്ടോ? അവിടെ തന്റെ പേര് മാറ്റി, ആരാധന മാറ്റി, ആകാരം വരെ മാറ്റാൻ ശ്രമിച്ചു. കണ്ടോ? തനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒത്തിരി പ്രശ്നം വരും, സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ വിശുദ്ധനെടുത്ത തീരുമാനം കണ്ടു. ആ തീരുമാനം എടുത്തപ്പോൾ തന്നെ ദൈവത്തിന്റെ ഇടപെടൽ തനിക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്നെങ്കിൽ, ഏതു സാഹചര്യത്തിലും ഈ പകൽ മീറ്റിംഗിൽ നീ ഒരു ഉറച്ച തീരുമാനമെടുക്ക്. അതിന്റെ പിന്നിൽ എത്ര വെല്ലുവിളി വന്നാലും ദൈവം അതിനെ തടയും. ദൈവം വ്യക്തികളെ അനുകൂലമാക്കും. ചിലതിനെ ദൈവം മാറ്റിവിടും. നിനക്ക് പ്രതികൂലമായതിനെ മാറ്റിവിടും. വിശ്വസിക്ക്. വ്യക്തികളുടെ സമ്മർദ്ദം കൊണ്ട് തീരുമാനം എടുക്കരുത്. പൈശാചിക ശക്തിയുടെ സമ്മർദ്ദത്താൽ തീരുമാനമെടുക്കരുത്. ദേശം മുഴുവൻ എതിരായി നീ തീരുമാനം അങ്ങനെ എടുക്കരുത്. ദൈവസല്ല് മുട്ടുമടക്ക്. ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സഹായിക്കുന്ന ദൈവമുണ്ട്. നീ വിജയിക്കാൻ പോകയാ. നീ സാക്ഷ്യമുള്ളതാകാൻ പോകയാ. കരമടിച്ചോ. ഈ മണിക്കൂറിൽ നിന്റെ മീതെ ഈ വചനത്തിന്റെ ദൂത് വന്ന് പതിയുന്നു. പ്രാപിക്ക്. നമുക്കറിയാം, മുടിയനായ പുത്രൻ എടുത്ത തീരുമാനം കണ്ടോ? തെറ്റായ തീരുമാനം കൊണ്ട് പോയതാ. എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ധൂർത്തുപുത്രന്റെ ചരിത്രം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പോയവനാ. പക്ഷെ മടങ്ങി വരുന്ന കണ്ടോ? ഉടമൻ ഖമനഘടകസ്മന വിശ്വസിച്ച് ഈ ഓഗസ്റ്റ് മാസത്തിൽ ചിലര് മടങ്ങി വരാൻ പോവാ ദൈവിക തീരുമാനത്തിലേക്ക്. പുതിയ നിയമത്തിൽ നമുക്ക് ഒരു ദൃഷ്ടാന്തം കാണാം. രണ്ടുപേർ വീട് പണിയുന്നത്, ഒന്ന് പാറപ്പുറത്ത്, രണ്ട് മണലിന്മേൽ. ഇവിടെ നല്ല തീരുമാനത്തോടെ വീട് പണിതതും തെറ്റായ തീരുമാനത്തോടെ വീട് പണിതും നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ശക്തമായ കാറ്റടിച്ചപ്പോൾ തെറ്റായ തീരുമാനത്തോടെ പണിത പണി തകർന്നുപോയി. അങ്ങനെയെങ്കിൽ എത്ര പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാലും തകരാതെ നിൽക്കണമെങ്കിൽ, വിജയിക്കണമെങ്കിൽ
നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കണം. ദാനിയേലിനെ പോലെ ജീവിതത്തിൽ വിജയിക്കുവാൻ നമുക്കും തയ്യാറാകാം. ഉറച്ച തീരുമാനമെടുക്കാം. ഈ മണിക്കൂറുകളിൽ കർത്താവ് ഇന്നലകളിൽ എടുത്ത തെറ്റായ തീരുമാനത്തിന്റെ കയ്പ് നീരുമായി എന്ത് ചെയ്യും? എല്ലാം പരാജയപ്പെട്ടോ എന്ന് ചിന്തിക്കുന്ന ചിലരിനകത്ത് ഇരിക്കുന്നു. ആത്മ പറഞ്ഞില്ല, നീ ദൈവസന്നിധി ഏറ്റുപറ, ഒന്ന് സമർപ്പിക്ക്, മടങ്ങി വാ. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി പറയാം. ദാനിയേലിന്റെ ജീവിതം വിജയിക്കാൻ കാരണം ഉറച്ച തീരുമാനമാണ്. അപ്പോ ഈ ഉറച്ച തീരുമാനം എടുക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം 4 എണ്ണമാണ്. ഒന്ന്, തന്റെ ജീവിതത്തിന്റെ മുഖ്യ സ്ഥാനം ദൈവത്തിന് കൊടുത്തു. പ്രധാന സ്ഥാനം ദൈവത്തിന്, 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുത്തു. ജീവിതത്തിന്റെ മുഖ്യ സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവർക്ക് മാത്രമേ ഉറച്ച തീരുമാനമെടുക്കാൻ കഴിയൂ. ആമേൻ പറഞ്ഞേ. ഒരു വ്യക്തി ജീവിതത്തിൽ എന്തിനാണോ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത്, ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളിൽ അതിന്റെ സ്വാധീനമുണ്ടാകും. ഇവിടെ ദാനിയേൽ ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുത്തു എന്ന് തെളിയിക്കുന്ന ഒരു വാക്യമുണ്ട്. ദാനിയേൽ 1:8. രാജാവിന്റെ ഭോജനം കൊണ്ടോ രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടോ ഞാൻ തന്നെത്താൻ അശുദ്ധനാകയില്ല. ഇവിടെ ദാനിയേൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തത് കൊണ്ട് തനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുത്തില്ലായിരുന്നെങ്കിൽ അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്തേനെ. രാജാവ് കുടിക്കുന്നത്, രാജാവ് കഴിക്കുന്നത്, ബാബിലോണിലെ രാജാവ് കഴിക്കുന്നത് ആയതുകൊണ്ട് ടേസ്റ്റ് കൂടും, വില കൂടും. എന്നാൽ രാജാതിരാജാവിന് പ്രഥമസ്ഥാനം കൊടുത്തവൻ പറഞ്ഞു, ഞാൻ തന്നെത്താൻ അശുദ്ധനാകയില്ല. ഈ രാവിലെ നീ ദൈവത്തിന്റെ മന്ദിരമാകയാൽ ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്ത് അശുദ്ധമായതൊന്നും കഴിക്കാതെ, കാണാതെ, തൊടാതെ ഒരു തീരുമാനമുള്ളവനായി ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ ഈ പകലിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നവൻ ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ അതിൽ ദൈവമായിരിക്കും പ്രധാനപ്പെട്ട കാര്യം. തീരുമാനമെടുക്കാൻ അവനെ സഹായിക്കുക. കണ്ണുകളടച്ചേ. ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, മുഖ്യ സ്ഥാനം, പ്രധാന സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ജോലിക്കോ മറ്റെന്തിനോ അല്ല പ്രഥമസ്ഥാനം കൊടുക്കേണ്ടത്. പ്രഥമസ്ഥാനം നിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ, ഭർത്താവിനാണെങ്കിൽ, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരുടെ തീരുമാനമേ നിന്റെ തീരുമാനമാകത്തുള്ളൂ. എന്നാൽ പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്ക്. ഈ ലൈവിൽ ഇരിക്കുന്നവരോട് ദൈവം പറയുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്ക്. എല്ലാത്തിനും മുമ്പിൽ ദൈവം നിർത്ത്, ദൈവത്തെ നിർത്ത്. ഈ പകലിൽ നീ എന്താണോ ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ചത് അത് നടത്തിത്തരാൻ ശക്തന. ആ തീരുമാനത്തിലേക്ക് നീ വരികയാ. ചൂടാരാബ റബനഗഡഗമന ആർത്തൽകമനഗചസിയ. ഞാൻ നോക്കുമ്പോ കാണുന്നു ചിലരുടെ ജീവിതത്തിൽ ഈ ഒരു ദൈവിക തീരുമാനം വെളിപ്പെട്ട് വരാൻ പോവുക. നിന്റെ ഭാവിയിൽ, നിന്റെ പഠനത്തിൽ, നിന്റെ ജോലിയിൽ, ശുശ്രൂഷ മണ്ഡലത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത ഒരു വലിയ തീരുമാനത്തോടെ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവുക. നീ വിജയിക്കാൻ പോവുക. നീ വലിയ സാക്ഷിയുള്ളതായി മാറാൻ പോവുക. ഒരു മാതൃകയുള്ള ക്രിസ്തീയ ജീവിതം ആ പട്ടണത്തിൽ നീ കാഴ്ചവെക്കാൻ പോവുക. എല്ലാവരെ പോലെയല്ല, നീ വ്യത്യസ്തമാകും. ദാനിയേലിനെ പോലെ ദൈവം നിന്നെ ദീർഘായുസ്സോടെ നിർത്തും. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന വ്യക്തിയാക്കി മാറ്റും. എല്ലാ പ്രതികൂലത്തിൽ നീ പുറത്തു വരാൻ ദൈവം നിന്നെ സഹായിക്കും. നീ മുഖാന്തരം കർത്താവിന്റെ നാമം അവിടെ ഉയരും. ജീവിക്കുന്നൊരു ദൈവമുണ്ടെന്ന് തെളിയാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഈ ലൈവിൽ പ്രാർത്ഥിക്കുന്ന, അതിന് ശേഷം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവരിലേക്ക് ഈ വചനത്തിന്റെ ജീവൻ ഇറങ്ങുന്നു, ജീവൻ വ്യാപരിക്കുന്നു. ചെവിക്കകത്ത് വലിയ സൗഖ്യം നടക്കുന്ന ഞാൻ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വേരിക്കോസ് അതിന്റെ കംപ്ലൈന്റുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. നീര് വെച്ചതുപോലെ, കാലുകൾ പഴുത്ത് നീര് വെച്ചതുപോലെ ചിലര് ഈ ലൈവിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു.
യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. വിദേശ രാജ്യങ്ങളിൽ കർത്താവിനെ കാണിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകർന്ന് തീരുമാനമെടുക്കാൻ പറ്റാതെ എന്ത് ചെയ്യും, മരണചിന്ത പോലും കടന്നു വരുന്ന ചില സഹോദരിമാരെ ആത്മാവ് ഇപ്പോൾ തൊടുക. നിന്റെ ഭർത്താവിനെ നിനക്ക് മടക്കി കിട്ടാൻ പോകയാ. അവൻ പറഞ്ഞു ഈ മണിക്കൂറുകൾ അന്യ ശക്തികൾ മാറിപ്പോകുന്നു, പൈശാചിക ശക്തികൾ മാറിപ്പോകുന്നു. ദൈവികമായ കരത്തിന്റെ സ്പർശനം നിന്റെ വീട്ടിൽ വരുക, നിന്റെ തലമുറയിൽ വരുക. ആ മണ്ണിന്മേൽ അത് വെളിപ്പെടുകയാ. യേശുവിൻ നാമത്തിൽ ഈ മണിക്കൂറിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു, ശക്തി ഇറങ്ങുന്നു. യേശുവിൻ നാമത്തിൽ രോഗശക്തികൾ അഴിയട്ടെ, കിടപ്പ് രോഗികൾ എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരം മുഴുവൻ തളർച്ചയിട്ട് ക്ഷീണമിട്ട് അസ്വസ്ഥപ്പെടുത്തിയ വെല്ലുവിളികൾ ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. കരമടിച്ച് അന്യഭാഷ പറഞ്ഞു. ഈ മണിക്കൂർ നിന്റെ ജീവിതം തിരിയുക. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാതെ ആത്മാവിൽ ആരാധിച്ച വ്യക്തിയെ നീ ഒതുങ്ങിപ്പോയി. ഇപ്പോൾ എഴുന്നേറ്റ് വരുന്നു യേശുവിന്റെ നാമത്തിൽ. നിന്റെ വീടിനകത്തേക്ക്, നീ കിടക്കുന്ന കിടക്കകത്തേക്ക് ദൈവിക ജീവൻ വ്യാപരിക്കുന്നു. മരണശക്തി വഴിമാറുന്നു, രക്തത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഈ മണിക്കൂറിൽ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ചിലരുടെ ഞരമ്പ് സംബന്ധമായ വിഷയങ്ങൾ സൗഖ്യമാകുന്നു. തലയുടെ ബാക്കുഭാഗത്ത് വലിയ പെയിൻ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. ഓർമ്മക്കുറവുകൾ മാറട്ടെ. ഇപ്പോൾ തന്നെ ഉണരുന്ന തരത്തിൽ ദൈവശക്തി ഇറങ്ങുന്നു. അത്ഭുത വിടുതലായിരിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടും. ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു, അത്ഭുതമാക്കും, വിജയിക്കുന്നവരായി മാറും. പ്രാർത്ഥനകൾക്ക് ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ പിതാവ് ആമേൻ. ICGI അപ്പോസ്തലിക് മിനിസ്ട്രിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കുറുപ്പമ്പടി പട്ടണത്തിന്റെ അകത്ത് വലിയൊരു ദൈവപ്രവൃത്തി നടക്കുന്നു. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിനകത്ത് ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുള്ള ദൈവത്തിന്റെ ആലോചനകൾ നിങ്ങൾ കൈമാറും. ആമേൻ. ഈ കൂട്ടായ്മ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒത്തിരി പേർക്ക് ഒരുപാട് പേരുടെ വിടുതലിന് കാരണമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എല്ലാ ദിവസവും 11 മണി കഴിയുമ്പോൾ ഈ മീറ്റിംഗിൽ നിങ്ങൾ ജോയിൻ ആകുക. നിങ്ങളെ സഹായിക്കേണ്ട ദൈവം. ഗോഡ് ബ്ലസ് യു. ആമേൻ. ജീസസ്.